ഇയാളെ നമ്മളിത് കൂടെ കൊണ്ടുപോകണം. അല്ല മനോജോ, ആന്റണിയിൽ അതെങ്ങനെയാണ്? സെബാട്ടി അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ വാ. അതല്ല, അവനല്ല ഇതിനൊക്കെ തുടക്കിട്ടത്. വാ നമുക്ക് നോക്കാം. എന്നാലും മനോജാ അവനില്ലാതെ പോയാലേ தம்பிங்களா அவனை விட்டுடு. அவன் நல்லா ரெஸ்ட் பண்ணி ரெடி ஆகும்போது அவனை கூட்டிடலாம். கிளைமேட் நல்லா சேஞ்ச் இருக்கு, அதை இந்த மாதிரி ஜுரம் வந்தது. திரும்பி போகும்போது அவனை கூட்டிடலாம். நீங்கள் வாங்க. ശരിയാണ്, പോലെ മനോജോ. വാടാ വാ. വാട്ടി അടുത്ത പ്ലാൻ എന്താ? അണ്ണ നമുക്ക് ലൈനെ കാണിച്ചെന്നില്ലടാ. അണ്ണ നിലനിൽപ്പുണ്ടല്ലേ? ഇതെല്ലാം എന്നത് ചിന്നത് ചിന്നതാ. ഇതേ വലുത് ഇനി വരൂ. അണ്ണം കഴിക്കോ, അണ്ണം കഴിക്കോ. മഴ വരുത്, സീക്കം വാങ്ങ. വേഗം പോ, വേഗം പോ. തണുപ്പ് ആ കുട്ടിക്ക് മഴ. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു? നിനക്ക് എഴുന്നേക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത് കേട്ടോ വെറുതെ. എത്ര നേരം എന്ന് വെച്ചാ ഞാൻ വിളിക്കുന്നേ? ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മാതാവേ. അമ്മിണിക്കുട്ടി, ഇന്നെനിക്ക് കുറച്ച് അധികം പാല് തരണം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തേ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനാ. നീ ഇന്നെനിക്ക് കുറച്ചധികം പാല് തന്നില്ലെങ്കിലേ ഞാൻ പെട്ടുപോകും. കിടന്ന് എഴുന്നേക്കണ്ട കേട്ടോ. കുഞ്ഞി, എനിക്ക് നിന്നെ മാത്രം നോക്കിയിരുന്നാ പോരെ, എഴുന്നേറ്റേ. എനിക്ക് വരെ പണിയുള്ളതാ. പാല് കൊണ്ട് കൊടുക്കണം. ക്ലാസ്സിൽ നിന്ന് ടീച്ചർമാരുടെ അടിയും വാങ്ങിച്ച് വഴക്കും വാങ്ങിച്ചു വന്നോളൂ. പഠിക്കുകയില്ല, ഹോംവർക്കും ചെയ്യല. നീ കൊച്ചുകുട്ടി ആയതുകൊണ്ടേ നിന്നെ ആരും ഒന്നും പറയല. പഠിക്കില്ല, ഇതുപോലൊരു മടിച്ചി, ഇങ്ങനൊരു സാധനം. കുഞ്ഞി, നീ എഴുന്നേക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. കിടക്ക് കിടക്ക്. നിന്നെയൊക്കെ എന്താ വേണ്ടെന്നറിയാവോ? ചേച്ചി, പപ്പ പറഞ്ഞു പാലിന്റെ പൈസ തരാൻ. ആഹാ, നിന്റെ പപ്പ പാലിന്റെ പൈസ ഇവിടെ കൊണ്ടു തരാറായോ? അത് പിന്നെ കൊള്ളാലോ. വീട്ടിലേക്കല്ലേ പോകുന്നേ? അതെ. പോകുന്ന വഴിക്ക് ഇതുകൊണ്ട് കൊടുത്തു. അപ്പൻ എന്തിന്റെ കേടാ, മനുഷ്യനെ മെനക്കെടുത്ത കറക്റ്റ് സമയത്ത് പാലിന്റെ പൈസയും കൊടുക്കില്ല. മാഷായിരുന്നോ? ശബ്ദം കേട്ടപ്പോ എനിക്ക് നല്ല പരിചയം തോന്നി. വാ. ഞാനല്ലാതെ വേറെ ആര് വരാനാ? നമ്മുടെ കുഞ്ഞെന്തിയേ? അവളിതാ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. ആ ശരി, അവളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയി. ദേ കുഞ്ഞി, നിന്റെ ലെന്നങ്ങൾ വന്നോട്ടോ. വേഗം എഴുന്നേറ്റോ, ഇല്ല മുട്ടായി കിട്ടൂല. ഇത്ര നേരമായിട്ട് എണീറ്റില്ല അവള്? ഇല്ലെന്നേ, രാവിലെ സ്കൂളിൽ പോയിട്ട് സിസ്റ്റർമാര് പറഞ്ഞു വിട്ടതാ. അവിടുന്ന് വയറുവേനയാണ് പോലും. ചുമ്മാ അടവ്. കുഞ്ഞേ, ഞങ്ങള് വന്നോട്ടാ. രാവിലെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കിടക്കുന്ന കിടപ്പ എന്റെ ലിന്നങ്ങളെ ഇത്ര നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല. ഞാൻ വിളിച്ചു തോറ്റു. അത് ശരി, അതൊന്ന് കാണാനുള്ള. ഞാൻ നോക്കട്ടെ. കുഞ്ഞേ, കുഞ്ഞേ.
കുഞ്ഞിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പഴയ പോലൊന്നും അല്ല, ഭയങ്കര കുറുമ്പാ. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വൈകുന്നേരത്തിന് മുന്നേ മല കയറണം, അല്ലെങ്കിൽ കാട്ടാനി എടുത്തിട്ട് പോവന്നെ. ഇതിനു മാത്രം എന്നതാ മലമൂട്ടിലുള്ളത്? അതും ഇത്രയും മഴ പെയ്യുന്നിടത്ത് ചുമ്മാ ഒരു കാര്യമില്ലാതെ ആരും ഈ സമയത്ത് മല കയറാൻ പോവില്ലല്ലോ. ഇപ്പൊ പോയാലും നാളെ എങ്ങനെയായാലും നേരം വെളുക്കും മാഷ് എത്തുമ്പോ. എനിക്ക് മലമുകളിൽ ഒരു പ്രസംഗമുണ്ട്. എന്നെ കാത്ത് കുറേ പേര് ഇരിപ്പുണ്ട് അവിടെ. പോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് വരാട്ടാ. മലമുകളിൽ പ്രസംഗം നടത്താൻ ഇയാളാരെ? യേശു ക്രിസ്തുവാ. എടാ മൂത്ത് നോക്കി ഇടറാ. എത്ര നേരമായി കയറിയേക്കണ്? ഓ, എന്നെ കൊല്ലോ നീ. പാട്ടി ഇയാൾ നമ്മുടെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോണത്? എല്ലാ കാട്ടിലൂടെയും കൊണ്ടുപോകുന്ന തൂപ്പൊക്കെ ഒന്ന് വെട്ടിക്കളയടാ. എന്താ ഈ കാട്ടണത്? ഫാദർ, ഫാദറാ? ഫാദർ, എന്താണ് ഫാദർ? സോളമാ, നീ എങ്ങടായിരുന്നേ? എത്ര വാറ്റി ഞാൻ നിന്നെ കാലയിലെ കൂപ്പിട്ട്. സോറി ഫാദർ, മன்னிச்சிருங்க. காலையில் வரும்போது டேய் அது விட்டுடு. இவங்க யாரு? இவங்க வந்து கேரளாவிலிருந்து வந்திருக்கு. அந்த லெனின் இல்லையா, கென்னடி ஆர்ஃபனேஜுக்கு கலைஞர் வேலை பார்க்குறாரு. அவரை பார்க்கறதுக்கு தான் வந்திருக்கு. മക്കള് കേരളത്തിൽ എവിടെന്നാ? അല്ല മനോജ, അച്ഛൻ മലയാളിയാണല്ലോ. അച്ഛാ ഞാൻ കൊച്ചിന്നാണ്. ഇയാളോ? ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇതാണ് പാസ്കൽ അച്ഛൻ. എന്റെ പേര് ഫാദർ മനു കുരിശിങ്കൽ. 6 വർഷമായിട്ടുള്ളൂ പട്ടം കിട്ടിയിട്ട്. ഓ, അപ്പൊ നമ്മുടെ പാർട്ടിയാണല്ലോ. അതെ അച്ചോ. ഞാൻ ഫാദർ പാസ്കൽ പോൾ. കുറച്ചു നാളായിട്ട് ഇതിന്റെ ചാർജ് എനിക്കാ. ആണല്ലേ? ആട്ടെ, നിങ്ങൾ വന്ന കാര്യം എന്താ? പാട്ടി പറഞ്ഞോ. അതച്ചാ, കാര്യം കുറച്ച് പേഴ്സണലാണ്. കപ്പ്യാര് പറഞ്ഞ ലെനിനില്ലേ, ലെനിനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അച്ഛനിപ്പോൾ ഫ്രീ ആവും, നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഫ്രീ ആകണ കാര്യം അവിടെ ഇരിക്കട്ടെ. ലെനിനെ കാണാൻ ഇനി പറ്റില്ല. മണി 6 കഴിഞ്ഞില്ലേ? അവനിപ്പോൾ മല കയറി കാണും.
6 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ആ അതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. ആ അച്ഛാ. നമുക്കൊരു ചായ കുടിക്കാം. കാത്തിരുന്ന് മുഷിഞ്ഞോ നിങ്ങൾ? അച്ഛോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ വാ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാ മക്കളെ നിങ്ങൾ ഇത്ര ദൂരം ഇവിടേക്ക് വന്നേക്കുന്നത്? അല്ല മനച്ച പറഞ്ഞോ. അതച്ചാ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞായിരുന്നില്ലേ ലെനിനെ പറ്റി. ഈ കെനഡി ഓർഫണേജിൽ കലൈനറായിട്ട് ജോലി ചെയ്യണം. ലെനിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. ലെനിനോ? അവനെ കാണാൻ ഇത്ര ദൂരം വരേണ്ട കാര്യം? സെബാട്ടി, അച്ഛാ, ഞങ്ങൾ കുറേ നാളായി ഇതിൻ്റെ പിന്നാലെ നടക്കണത്. ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഒരുത്തൻ പനി പിടിച്ച് റൂമിൽ കിടക്കുകയാണ്. കപ്പിയാർ പറഞ്ഞത് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടത് ലെനിനല്ല, ലൂക്കാച്ചിനെയാണ്. ഇത് അച്ഛനറിയാലോ, ലൂക്കാച്ചൻ. ലൂക്കാച്ചനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അച്ഛാ, തമാശ കളിക്കല്ലേ. ഞാനത് ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് നാളായി. ഇതെനിക്ക് വേണ്ടിയിട്ടോ മനോജിന് വേണ്ടിയിട്ടല്ല. റൂമിലെടുത്താൻ പനിച്ച് കിടപ്പുണ്ട്, അവന് വേണ്ടിയിട്ടാണ്. അച്ഛൻ എന്തെങ്കിലും അറിയാവുന്നെങ്കിൽ അച്ഛനെത്തിപ്പോ പറ. മോന്റെ പേരെന്താന്ന് പറഞ്ഞത്? സെബാട്ടി എന്നാണ് അച്ഛാ. ആട്ടെ, നിങ്ങളും ലൂക്കാച്ചനും തമ്മിലുള്ള ബന്ധം എന്താ? അതാദ്യം പറ. അച്ഛോ, ഞാനും ലൂക്കാച്ചും തമ്മിലുള്ള ബന്ധമല്ലേ? പണ്ടൊരിക്കെ പെങ്ങളുടെ കല്യാണം നടത്താൻ കാശിലുണ്ടായപ്പോൾ സെബാട്ടി ആദ്യമായിട്ട് കക്കാൻ ഇറങ്ങിയച്ചോ. അന്ന് എൻ്റെ നാട്ടുകാരൊക്കെ കൂടി പൊതിഞ്ഞോ. അന്ന് ഈ പറഞ്ഞ ലൂക്കാച്ചനുള്ളതുകൊണ്ടാ സെബാട്ടി കള്ളനാ വേണ്ടിരുന്നേ. അന്ന് രാത്രി ഞാനും ലൂക്കാച്ചനും ഒരുപാട് നേരം സംസാരിച്ചു. എനിക്ക് തോന്നണത് നേരം വെളുക്കും വരെ ഞങ്ങൾ സംസാരിച്ച്. അങ്ങനെയല്ല, നേരം വെളുക്കും വരെ അച്ഛനെന്നെ കേട്ടിരുന്നു. അച്ചോ, ഞാൻ മൊത്തത്തിൽ പോയിരിക്കണ്ട അച്ചോ. എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അച്ചോ നാളെ. 1 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. മാർക്കറ്റിൽ അവിടെ ഇവിടെ ഞാൻ ബ്ലേഡിന് പൈസ ചോദിച്ചാണ്. അവരവസാനം കാലുമാറി. എനിക്ക് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല അച്ചോ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എൻ്റെ വീട്ടുകാർക്ക്. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ അച്ചോ ഞാൻ ചത്തളയും. അവസാനം വല്ലാർപാടം വള്ളിയുടെ മുന്നിൽ വെച്ച് ലൂക്കാച്ചൻ എനിക്കൊരു പൊതി കൊണ്ടു തന്നു. അതിലെനിക്ക് വേണ്ട പൈസ ഉണ്ടായിരുന്നു അച്ചോ. അച്ചോ, ഇതൊക്കെ എനിക്ക് സംഭവിച്ചത്. നീ ഇപ്പൊ ചായ കുടിക്കും. താങ്ക് യു ഫാദർ. സാപ്പിട്. ചില ദേശാടന പക്ഷികൾ അങ്ങനെയാണ്. ഓരോ ദേശത്ത് പോയും അവർ ഓരോ കൂട് കൂട്ടും. ചിലപ്പോൾ അവരങ്ങോട്ട് തിരിച്ചു പോകണമെന്നില്ല. അതവർക്ക് ആ ദേശത്തോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല,
പുതിയ ദേശങ്ങൾ തേടിയുള്ള യാത്രയാണ് അവർക്കിഷ്ടം. ഫാദർ, അപ്പോൾ ലെനിൻ എന്തായാലും നാളെ രാവിലെ ലെനിൻ മലയിറങ്ങും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം തീരുമാനിക്കാം. എന്താ പോരെ? ആ ஃபாதர் ரொம்ப நன்றி. இவங்க ஏதாவது தப்பு பேசுனா மன்னிச்சிடுங்க. டேய் பரவாயில்லடா, விட்டுடு. ரொம்ப நேரம் ஆச்சுல்ல, அவர் தூங்க டைம். ആ ആ காலையில் பார்க்கலாம். ആ ഓക്കെ എന്നാ ஆ ശരിയാണ്.